പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെയാൽ താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, തിരുവോസ്തുരൂപനായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 3 മണി സമയം കർത്താവേ, മനുഷ്യവംശത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ ഈ സമയം നിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ മഹാത്യാഗത്തെ അനുസ്മരിച്ച് ഈശോയെ, ഞങ്ങളോട് കരുണ കാണിച്ച നിന്റെ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്തൊരു വലിയ കാര്യമാണ് ഈ 3 മണി സമയം നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ പീഡാനുഭവവും കുരിശുഭരണവും ധ്യാനിക്കുമ്പോൾ ആ സ്നേഹം മനസ്സിലാക്കി അതിൽ ആശ്രയിക്കുന്നവരെ ആരെയും ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഇതുപോലൊരു വലിയ വാഗ്ദാനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാനെ, ഈ മണിക്കൂറിൽ ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു. ഈ മണിക്കൂറിൽ ദൈവം നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് യാചിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കി ആ കരുണയുടെ ആഴം, വറ്റാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആഴം മനസ്സിലാക്കി അതിൽ അഭയം പ്രാപിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തുന്നത് നമ്മുടെ തന്നെ രക്ഷയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചാണ്. വറ്റാത്ത സ്നേഹത്തോടെ കരുണയുള്ള ദൈവം നമ്മളോട് പറയുന്ന കാര്യം, അതായത് നിന്നെ, മകനെ, മകളെ, ഇതുപോലെ ഞാൻ നിന്നെ പരിപാലിക്കുന്നു. എൻ്റെ സ്നേഹമാണ് നിന്നെ ഇതുപോലെ പരിപാലിക്കുന്നത്. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്നോർത്ത് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ആശ്വസിപ്പിക്കുവാനും നിന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായതെല്ലാം നൽകുവാനായിട്ട് ഞാൻ നിന്റെ കൂടെയില്ലേ എന്നുള്ളൊരു വലിയ ഉറപ്പ് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ആ വചനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് 29-ാമത്തെ തിരുവചനം പറയുന്നു, എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാകുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യവും അന്വേഷിക്കുവാൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രമിക്കുക. കർത്താവിന് അറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് വീണ്ടും വചനത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണും. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, സമാധാനം ഞാൻ നിങ്ങൾക്ക്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരും. ഈ ഒരു വലിയ ഒരു കാര്യം ഈശോ വചനത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ലോകം തരുന്ന രീതിയിലുള്ള സമാധാനമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി ഈശോ തരുന്ന ആ സമാധാനത്തിന്റെ പ്രത്യേകത അത് ശാശ്വതമായ സമാധാനമാണ്. മനുഷ്യർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിലും കുടുംബങ്ങളിലും രാഷ്ട്രങ്ങൾ തമ്മിലുമൊക്കെ ഒത്തിരിയേറെ അസമാധാനവും അസ്വസ്ഥതകളും നിലനിൽക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു ശാശ്വതമായ സമാധാനം, നിലനിൽക്കുന്ന സമാധാനം. പലപ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രേരണ എന്ന് പറയുന്നത് നൈമിഷികമായ ലോകത്തിൻ്റെ മോഹങ്ങളിൽ വീണുപോകാനും, അതുപോലെ ദൈവം തരുന്ന ശാശ്വതമായ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കാതെ നൈമിഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ പലപ്പോഴും അസ്വസ്ഥതകളുടെ മേൽ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുകയാണ്.
വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഈശോയുടെ സമാധാനത്തിലൊരു പ്രത്യേകത, താൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഈശോ വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, ശാന്തതയോടെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം സമാധാനം നൽകുന്നു. ഇത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങളുടെ നടുവിലും ശാന്തതയോടെ ഈശോയ്ക്ക് മുന്നേറാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ആ ഒരു സമാധാനമാണ്. അപ്പോസ്തലന്മാരും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണത്. ആദിമസഭാ സമൂഹത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ആളുകൾ കഠിനമായ പീഡകൾ സഹിക്കേണ്ടതായിട്ട് വന്നു, വേദനകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. ചില ആളുകൾ അപ്പോസ്തലന്മാരും മറ്റു ശിഷ്യന്മാരും ഒക്കെ അവരൊക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, നാടുകടത്തപ്പെട്ടു, കഠിനമായ വേദനകൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വന്നു. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലും അവർ അസ്വസ്ഥരാകാതെ ഈശോയിൽ പൂർണ്ണമായും വിശ്വാസം, ഈശോയെ പ്രഘോഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചു. ഒരു മടിയും കൂടാതെ ഈശോയെ പ്രഘോഷിക്കുന്നത് അതൊരു ജീവിതത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് അവർ കണ്ടുകൊണ്ടാണ് അവരതൊക്കെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യം, ദൈവത്തിൻ്റെ കരുണ ഇതുപോലെ ഓരോ നിമിഷവും അനുഭവിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാതെ കരുണയുടെ ജീവിതം നയിക്കാതെ മാറിപ്പോകുന്ന ജീവിതങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും കരുണയോടെ സ്നേഹത്തോടെ പെരുമാറുന്നവരായി മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. കുടുംബങ്ങൾ കരുണയുടെ അനുഭവം, ദൈവിക കരുണയുടെ അനുഭവം ഉളവാക്കുന്ന കുടുംബങ്ങളായിട്ട് മാറണം. പലപ്പോഴും ആ ഒരു വലിയ കരുണയുടെ അനുഭവങ്ങൾ മാറിപ്പോകും. ഒത്തിരിയേറെ അറിവുകളും അതുപോലെ തന്നെ ആധുനിക യുഗത്തിൻ്റെ എല്ലാ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരിയേറെ അറിവുകളുടെ നടുവിലും വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. സുഭാഷിതങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം പറയുന്നത്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. അതായത് ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും ഒക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. അതുപോലെ കർത്താവിന് ചെയ്ത അത്ഭുത പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ ഞാനത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ എനിക്കും കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറാൻ പറ്റും. തോബിത്തിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ തോബിത്ത് നൽകുന്ന അന്തിമ ഉപദേശമാണ്. മരണത്തിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട പുത്രനും മരുമക്കൾക്കും എല്ലാം കൊടുക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ്, നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യും. അതായത് തോബിത്തിന്റെ പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തുടക്കം മുതൽ ദൈവം ഇടപെട്ടതും ദൈവം കരുണ കാണിച്ചതുമായ അനുഭവങ്ങളാണ്. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് എപ്പോഴും നന്ദി പറയുന്ന തോബിത്തിനെയും തോബിയാസിനെയും ഒക്കെ കാണാൻ പറ്റും. ആ ഒരു വലിയ ബോധ്യത്തോടുകൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ തോബിത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കും. നിയമവും പ്രമാണങ്ങളും ഉദ്ദേശിക്കുന്നത് വചനം തന്നെയാണ്. വചനം പാലിക്കുക, വചനം പാലിക്കാനും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യാം. എല്ലാവരോടും കരുണയോടുകൂടെ പെരുമാറുക. കാരണം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയിൽ പങ്കുചേർന്നവരാണ്, ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചവരാണ്. കാൽവരിയിൽ എനിക്കും നിനക്കും വേണ്ടിയാണ് കർത്താവ് കുരിശിൽ മരിച്ചത്. ഇതുപോലെ കരുണ കാണിച്ച ആ കർത്താവിൻ്റെ സ്നേഹം കണ്ടിട്ട് ഞാൻ കരുണയില്ലാതെ മറ്റുള്ളവരോട് പെരുമാറുമെന്ന് പറയുന്നത് ഇതൊരു പാപത്തിൻ്റെ ഒരു പ്രേരണയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യം, ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ കർത്താവ് നീതിയോടെ കരുണയോടെ എല്ലാവരോടും പെരുമാറുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം തരുന്ന വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത് നല്ല ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ്. അതായത് എന്നെ പരിപാലിക്കുന്ന, എന്നെ ഏത് സാഹചര്യത്തിലും കൈവടിയാതെ കാത്തു സൂക്ഷിക്കുന്നത് എൻ്റെ ദൈവമാണ് എന്നുള്ളൊരു വലിയൊരു ബോധ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അരക്ഷിതാവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്.
നാളെക്കുറിച്ചുള്ള ആകുലതകൾ ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ള സമാധാനം പോകും. അതായത് അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ നാളെ ഒത്തിരിയേറെ ആകുലതകളും ആശങ്കകളും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സമാധാനം അനുഭവിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവിടെയൊക്കെ അതിനെ മറികടക്കാനായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരണനാഥൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായ ദൈവത്തിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഇതുപോലെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും മുൻപോട്ടുള്ള ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ വലിയ കരുണയാൽ അവരുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവരുടെ ജീവിതങ്ങളിൽ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും കർത്താവെ നിന്റെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ മുട്ടുകുത്തുന്നു. താഴ്ന്ന സ്വരത്തിൽ കർത്താവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.